ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മോഹൻലാൽ 2016 നാലാമതായിരുന്നു ഫിനിഷ് ചെയ്തത്. തങ്ങളുടെ ചിത്രങ്ങൾക്ക് റിലീസിന് 2000-ഉം 3000-ഉം ഒക്കെ തിയേറ്ററിൽ കിട്ടുന്ന അന്യഭാഷാ നടന്മാരെ പിന്നിലാക്കിയാണ് മോഹൻലാൽ ഈ നേട്ടം സ്വന്തമാക്കിയത്. 2016 വിസ്മയമായിരുന്നു മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം 20 കോടിയോളം നേടി. മോഹൻലാലിന്റെ മറ്റൊരു തെലുങ്ക് ചിത്രമായ ജനതാ ഗ്യാരേജ് 150 കോടിയായിരുന്നു നേടിയത്. പ്രിയദർശനവുമായി വീണ്ടും ഒന്നിച്ച ഒപ്പമായിരുന്നു 2016 മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ ആദ്യ മലയാള ചിത്രം. ഒടുവിൽ ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടപ്പോൾ 100 ദിവസം നിറഞ്ഞോടിയ ഒപ്പം നേടിയത് 80 കോടിയോളമാണ്. മലയാളത്തെ 100 കോടി ക്ലബിലെത്തിച്ച പുലിമുരുകൻ 150 കോടിയോളം നേടി. അങ്ങനെ ആകെ 400 കോടിയോളമാണ് മോഹൻലാൽ ചിത്രങ്ങൾ 2016 നേടിയത്. ഒരു മലയാള നടനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്നതുല്യമായ നേട്ടമാണ്. രജനീകാന്ത്, സൽമാൻ ഖാൻ, ഒടുവിൽ ദംഗലുമായി എത്തിയ അമീർ ഖാനും മാത്രമാണ് മോഹൻലാലിന് മുന്നിലുള്ളത്. മുന്തിരിവള്ളികൾ സൂപ്പർ ഹിറ്റാക്കി തുടങ്ങിയ 2017-ലും മോഹൻലാൽ ഇതേ വിജയക്കുതിപ്പ് തുടരാനാണ് സാധ്യത. വരാനിരിക്കുന്നത് വമ്പൻ പ്രോജക്റ്റുകളും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും സത്യസന്ധമായ റിവ്യൂസിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.